APL കുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത് APL കുമാറിന്റെ കുമാറിന്റെ പ്രതികരണം. ഏറ്റവും കൂടുതൽ പൾസ് അറിയാവുന്ന UDF നേതാവ് താങ്കളാണ്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്കുകൂട്ടൽ? ഞങ്ങളുടെ കണക്കൂട്ടൽ ആദ്യം മുതലുള്ള കണക്കൂട്ടൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഞങ്ങൾ ആ ആത്മവിശ്വാസത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല. ഏതാനും മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കത് ബോധ്യമാകും. UDFന്റെ ചരിത്ര വിജയമായിരിക്കും നിലമ്പൂർ ഉണ്ടാവുക. അത് യാതൊരു തർക്കവുമില്ല. അല്ല, ഇന്നലെ അൻവർ പറഞ്ഞു ക്രോസ് വോട്ട് നടന്നു, അത് UDFനെതിരാണ്, LDF അനുകൂലമാണെന്ന്. അതായത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആത്മവിശ്വാസം ഇങ്ങനെ അനിൽകുമാറിന് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും? ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ടും എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഞാൻ ഇവിടെ കുറച്ച് നാളായിട്ട് നിലമ്പൂരുണ്ട്. അപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതാണ്. ഇത് UDFന്റെ മണ്ഡലമാണ്. അത് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. മറ്റ് കമന്റുകളെ കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. അതിനുശേഷം നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഈ സമയം ഞാൻ ഒഴിവാക്കുകയാണ്. അത് അത്തരം കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. 15,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്ത് നിൽക്കുകയാണ്. യാതൊരു സംശയവും. എന്തിനാ 12ലേക്ക് വരുന്നത്? അതിനകത്തുള്ള വോട്ടല്ലേ. എന്നിട്ട് താഴോട്ട് വരുന്ന കാര്യം എന്താ? വഴിക്കടവ് ഞങ്ങൾക്ക് ആദ്യം ഭൂരിപക്ഷം ഉണ്ടാവണം. അതുണ്ടായിരിക്കും. മുട്ടയിടത്തും ഭൂരിപക്ഷം ഉണ്ടാവും. എന്റെ വിശ്വാസം വെച്ച് 8 പഞ്ചായത്തിലും ഭൂരിപക്ഷം ഉണ്ടാവും. എന്റെ കണക്കുകൂട്ടൽ വെച്ച് മുനിസിപ്പാലിറ്റിയിലും അമരമ്പലത്തും കേരളയിലും ഒക്കെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുക. മുഴുവൻ സ്ഥലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടാവും. അതെ, 8 പഞ്ചായത്തിലും ഭൂരിപക്ഷം ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അത്ര വലിയൊരു കോൺഫിഡൻസ് എന്താ പ്രകടിപ്പിക്കാൻ കാരണം? കാരണം എന്തായാലും ഈ അമരമ്പലത്ത് ക്രോസ് വോട്ട് നടന്നു, അടിയൊഴുക്ക് നടന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അല്ല, നമുക്ക് കാണാമല്ലോ. നമുക്ക് ഏതാനും മണിക്കൂറല്ലേ വേണ്ടുള്ളൂ. എനിക്കതിനകത്ത് യാതൊരു വിശ്വാസം കുറവില്ല. അതിനകത്ത് UDFന്റെ വോട്ടുകൾ UDF ക്യാമ്പിൽ പോൾ ചെയ്തിട്ടുണ്ട്. LDF വോട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷം അമരമ്പലത്തുണ്ട്. അമരമ്പലം പോലും യഥാർത്ഥത്തിൽ UDFന് ബേസുള്ള അടിസ്ഥാനപരമായിട്ട് UDFന്റെ പഞ്ചായത്താണ്. പല ഘടകങ്ങൾ കൊണ്ടത് മാറിപ്പോകുന്ന സാഹചര്യമാണ്. അതൊക്കെ തിരിച്ചു വരുന്ന ഇലക്ഷൻ ആയിരിക്കും ഈ ഇലക്ഷൻ.